രണ്ട് iPhone 17 ആണ് എൻ്റെ വീട്ടിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത്. വേണ്ടേ ഇത് iPhone 17 എന്ന് എഴുതിയിട്ടില്ലടി. ഇതിപ്പോൾ ഇപ്പോഴാണല്ലോ ഞാൻ വേണ്ടേ ഇതെൻ്റെ iPhone 17. ഇനി ബോക്സ് കണ്ട് നിങ്ങൾ 16 ആണെന്ന് തെറ്റിദ്ധരിക്കേണ്ട. ഇതെൻ്റെ കേസൊക്കെ ആയിട്ട് രണ്ടുപേരും. അപ്പോൾ ഐഫോൺ എടുക്കാൻ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ഒത്തിരി പേരുടെ കൺഫ്യൂഷനാണ് ഏത് ഐഫോൺ എടുക്കണം എന്നുള്ളത്. ഒരു രീതിയിലും ആൻഡ്രോയിഡോ ആയിട്ടുള്ള ഒരു കമ്പാരിസണേ അല്ല. ഒത്തിരി പേർക്ക് 17 എടുക്കണോ, 16 Pro എടുക്കണോ, 17 Pro എടുക്കണോ എന്നൊക്കെയുള്ള ഡൗട്ടുകൾ ഉണ്ട്. ചിപ്പിൽ നിന്ന് തന്നെ നമുക്ക് ആദ്യം തുടങ്ങാം. iPhone 17 A19 ചിപ്പ്, 16 Proയിൽ A18 Pro ചിപ്സെറ്റ്. പക്ഷേ സിംഗിൾ കോറിലാണെങ്കിലും മൾട്ടി കോറിലാണെങ്കിലും A19 ആണ് A18 Proയേക്കാളും ടോപ്പിൽ നിൽക്കുന്നത്. സെൽഫി ക്യാമറയുടെ കാര്യത്തിലേക്ക് പോകുമ്പോഴത്തേക്ക് 16 Proയ്ക്ക് അത് 12 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറ വരുമ്പോഴത്തേക്ക് 17 18 മെഗാ പിക്സലിന്റെ സെന്റർ സ്റ്റേഡ് സെൽഫി ക്യാമറയാണ് വരുന്നത്, വിച്ച് ഇസ് വേ ബെറ്റർ ദാൻ 16 Pro. പിന്നെ ഇപ്രാവശ്യം 17 120 ഹെഡ്സിന്റെ പ്രൊമോഷൻ ഡിസ്പ്ലേ തന്നെയാണ് വരുന്നത് വിത്ത് 3000 പീക്ക് ബ്രൈറ്റ്നസ്. 16 Pro വരുമ്പോഴത്തേക്ക് 2000 പീക്ക് ബ്രൈറ്റ്നസേ വരുള്ളൂ. ബാറ്ററി ബാക്കപ്പിലേക്ക് പോയാൽ 17 30 മണിക്കൂർ വീഡിയോ പ്ലേ ബാക്ക് ഉണ്ട്. 16 Proയിൽ പോകുമ്പോഴത്തേക്ക് 27 മണിക്കൂറേ പറയുന്നുള്ളൂ. അതുപോലെ 17 40 വാട്ട്സിന്റെ ചാർജിംഗ് അഡാപ്റ്റർ സപ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്ക് 16 Proയിൽ 20 വാട്ട്സിന്റെ ചാർജിംഗ് അഡാപ്റ്റർ സപ്പോർട്ട് ചെയ്യുള്ളൂ. പിന്നെ 16 Proയ്ക്ക് ഒരു അപ്പർ ഹാൻഡ് എന്തുകൊണ്ട് നോക്കുമ്പോഴത്തേക്ക് 16 Proയിൽ വരുമ്പോഴത്തേക്ക് ഒരു 12 മെഗാ പിക്സലിന്റെ ടെലിഫോട്ടോ ക്യാമറയും കൂടെ വരുന്നുണ്ട്. പിന്നെ പ്രോ മോഡൽ നമുക്ക് ക്യാമറ ഷൂട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ അതൊരു നീഷ് കാറ്റഗറി ആയിരിക്കും ഈ പ്രോ മോഡലുകളൊക്കെ ഷൂട്ട് ചെയ്യുന്നത്. സാധാരണ എല്ലാവരും ഐഫോൺ ഓപ്പൺ ചെയ്ത് ക്യാമറ എടുത്ത് നമുക്ക് ഷൂട്ട് ചെയ്തേ ഉള്ളൂ. സോ അത് അത്രയും കൺസിഡർ ചെയ്യേണ്ട ഒരു ഫാക്ടറായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ 16 Proയ്ക്ക് ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചർ ആയിട്ട് എനിക്ക് തോന്നിയത് 16 Proയിൽ നമുക്ക് USB 3 വരുമ്പോൾ 17 USB 2 വരുന്നുള്ളൂ. സോ ഹാർഡ് ഡിസ്ക് ഒക്കെ കുത്തി ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുമ്പോഴത്തേക്ക് 16 Proയിലായിരിക്കും കുറച്ചുകൂടെ ഫാസ്റ്റർ ആയിട്ട് ഡാറ്റ ട്രാൻസ്ഫർ നടക്കുക. പിന്നെ ഇനി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി പ്രൈസിംഗിലേക്ക് പോകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് 16 Pro ഇപ്പോഴും 90,000 to 1 lakh ആവും 128 GB മോഡൽ വാങ്ങാൻ. പക്ഷേ iPhone 17 നിങ്ങൾക്ക് 82,000 രൂപയ്ക്ക് 256 GB കിട്ടും. അതിനകത്ത് മേ ബി ചിലപ്പോൾ എന്തെങ്കിലും ബാങ്ക് ഡിസ്കൗണ്ടും ഒക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. സോ എൻ്റെ അഭിപ്രായത്തിൽ എങ്ങനെ നോക്കിയാലും iPhone 17 തന്നെയാണ് 16 Proയേക്കാളും ടോപ്പിൽ നിൽക്കുക. അത് തന്നെയാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. പിന്നെ 17 എടുക്കണോ 17 Pro എടുക്കണോ എന്ന് ചോദിച്ചാലും എൻ്റെ അഭിപ്രായം 17 തന്നെയാണ്. ബിക്കോസ് 17 Pro എടുക്കണമെങ്കിൽ ഏകദേശം 1,35,000 രൂപയൊക്കെ പ്രൈസിങ് വരുമ്പോഴത്തേക്ക് ഇതിൽ നിന്നും ഒരുപാട് വലിയ ഫീച്ചേഴ്സ് ആയിട്ടൊന്നും അതിനകത്ത് എക്സ്ട്രാ വരുന്നില്ല. പിന്നെ ഒരു iPhone 17 Pro യൂസ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ്, ഒരു സ്റ്റൈൽ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിലും അത്രയും പൈസ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു സെഗ്മെന്റിലോട്ട് പോകാം. ഇനി ഒരു സംഭവമുള്ളത് iPhone Air ആണ് സ്ലിമ്മസ്റ്റ് ഐഫോൺ ആയിട്ട് ഇറക്കിയത്. പക്ഷേ അത് എനിക്ക് തീരെയും വേർത്തി ആയിട്ടില്ല. അത് എനിക്കൊന്ന് ആപ്പിൾ തന്നെ ഇറക്കിയത് അവരുടെ ഒരു പ്രോട്ടോടൈപ്പ് പോലെയാണ്. അത് മാർക്കറ്റിൽ ഇറക്കിയിട്ട് അതിന്റെ ഫീഡ്ബാക്ക് എന്തൊക്കെയാണ് എന്നറിഞ്ഞിട്ട് അവർക്ക് ഫ്യൂച്ചറിൽ വേറെ എന്തൊക്കെയോ പ്ലാനുകളുണ്ട് ഈ എയർ പോലത്തെ മോഡൽ വെച്ചിട്ട് അതിനായിട്ട് ഇറക്കിയതായിട്ടാണ് എനിക്ക് തോന്നിയത്. അല്ലാതെ അത് നമുക്ക് ഒരു കോമൺ പീപ്പിളിന് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫോണായിട്ട് എനിക്ക് തോന്നില്ല. അത്രയും പ്രൈസ് കൊടുത്തിട്ട് ഏകദേശം 17 Proയുടെ തന്നെ പ്രൈസ് ആവുന്നുണ്ട് iPhone Air വാങ്ങുമ്പോഴത്തേക്ക്. അപ്പോൾ നിങ്ങൾ എത്രയും പ്രൈസ് കൊടുത്ത് അത് വാങ്ങുന്നത് ശരിക്കും നഷ്ടമാണെന്ന് തന്നെയാണ്, അത് കംപ്ലീറ്റ്ലി നഷ്ടമാണെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കഴിഞ്ഞ ഒരു 3-4 വർഷം ഇറങ്ങിയ ഐഫോണുകളിൽ ഞാൻ കമ്പയർ ചെയ്തിട്ട് ഏറ്റവും ബെസ്റ്റ് ഐഫോൺ ആയിട്ട് തോന്നിയത് എനിക്ക് iPhone 17 തന്നെയാണ്. പിന്നെ എനിക്കൊരു മോഡൽ ഇഷ്ടമായിരുന്നു, iPhone 13 mini എന്ന് പറഞ്ഞിട്ടൊരു മോഡൽ. അത് ഭയങ്കര കിടില മോഡലാണ്. ഒരുപാട് പേര് ഇപ്പോഴും തപ്പി നടക്കുന്ന ഒരു മോഡലാണ് ആ മോഡൽ. സോ എന്തായാലും ഐഫോൺ എടുക്കാൻ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ബൈ.